സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. സേതുവിൻ്റെ ആ പോസിറ്റീവ് വർത്താനമൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയായിരുന്നു. സത്യം ഒരു വർഷം എത്ര വേഗം പോയില്ലേ. 2026 തുടങ്ങാം. മനോരമ പത്രത്തിൽ തന്നെ നമ്മൾ തുടങ്ങുകയാണ്. പ്രധാനമായിട്ടും 2 വാർത്തകളാണ് എല്ലാ പത്രങ്ങളും ഇന്ന് തലക്കെട്ടാക്കിയിരിക്കുന്നത്. ഒട്ടുമിക്ക ദേശീയ ദിനപത്രങ്ങളും നമ്മുടെ മലയാള ദിനപത്രങ്ങളും ഒക്കെ. ഒന്ന്, ആരവല്ലി വ്യാഖ്യാനം തെറ്റാമെന്ന സുപ്രീം കോടതിയുടെ തിരുത്ത്. ഒപ്പം ഉന്നാവോ കേസിൽ ഞങ്ങൾക്കും തെറ്റുപറ്റാം എന്ന തിരുത്ത് എന്ന ഒറ്റ തലക്കെട്ടിലാണ് ഈ 2 വാർത്തകളും. ഒന്നിലേറെ പത്രങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. മനോരമയുടെ ലേഔട്ട് ഏതായാലും ശ്രദ്ധേയമാണ്. നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ആ തിരുത്ത് 2 വാർത്തയ്ക്കും ബാധകമാണ്. ആദ്യം, ആരവല്ലി വ്യാഖ്യാനം തെറ്റാം. നിയമം മാറ്റിയ ഉത്തരവിന് സ്റ്റേ. പുതിയ സമിതിയെ നിയോഗിക്കും. ഉത്തരേന്ത്യയുടെ ഹരിത കവചമായ ആരവല്ലിക്കുന്നുകളുടെ നിർവചനം മാറ്റിമറിച്ച വിവാദ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പരിശോധനയ്ക്ക് പുതിയ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് വ്യക്തമാക്കി. നമ്മൾ അറിഞ്ഞ വാർത്തയാണെങ്കിൽ പോലും പത്രങ്ങൾ അത് വിന്യസിച്ചിരിക്കുന്ന രീതിയുടെ കൗതുകവും ആ ഒരു വളരെ ശ്രദ്ധേയമായതുകൊണ്ട് ഉന്നാവ് കേസ് ഞങ്ങൾക്കും തെറ്റുപറ്റാം, അതും ഒരു തിരുത്താണ്. രാജ്യമനസാക്ഷിയെ ഞെട്ടിച്ച് യു.പിയിലെ ഉന്നാവ് പീഡനക്കേസിൽ കുറ്റവാളിയായ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഉന്നാവ് കേസിലെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്താണിതെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ആ കേസിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പൊതുപ്രവർത്തകരുടെ നിർവചനം എന്താണ് എന്നതൊക്കെ സംബന്ധിച്ചുള്ള ധാരാളം സബ് വാർത്തകൾ, ഉപവാർത്തകൾ ഒട്ടുമിക്ക പത്രങ്ങളും വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യയുടെ ഹരിത കവചം ഒരു വശത്ത്, ഉന്നാവ് കേസ് മറുവശത്ത്. താഴെ, മുഖ്യമന്ത്രിക്കെതിരെ CPI വൺമാൻ ഷോ ആണ് മുഖ്യമന്ത്രി നടത്തുന്നതാണ് CPIയുടെ വിമർശനം. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ മെഗാഫോണായെന്ന് CPI നിർവാഹക സമിതിയിൽ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വൺമാൻ ഷോ LDFനെ അപകടകരമായ നിലയിലേക്ക് തള്ളിവിട്ടെന്ന് CPI സംസ്ഥാന നിർവാഹക സമിതിയിൽ രൂക്ഷ വിമർശനമുണ്ടായ വാർത്ത. മുഖ്യമന്ത്രിയുടെ നേരെ ചൂണ്ടി നിൽക്കുന്ന വിരലുകളുടെ ഇൻഫോഗ്രാഫിക്സോടെ CPI പ്രധാന ഘടകകക്ഷി മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു. അവരുടെ സംസ്ഥാന സമിതിയിൽ, നിർവാഹക സമിതിയിൽ ഉണ്ടായ വിമർശനത്തിൻ്റെ വാർത്ത വിശദാംശങ്ങളോടെ മനോരമ നൽകിയിരിക്കുന്നു. ഇടതുവശത്ത് ഒരു വാർത്താ ചിത്രമുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ മായിക ലോകം എന്നാണ് ആ വാർത്താ ചിത്രത്തിൻ്റെ തലക്കെട്ട്. ഇവിടെയല്ല, US ന്യൂഹാംഷെയറിൽ നടക്കുന്ന ഉയർന്നിരിക്കുന്ന കൂറ്റൻ മഞ്ഞുപാളികളെ തുരങ്കങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഇൻസ്റ്റലേഷനെ കുറിച്ചാണ്. അത് ബ്രെൻ കിങ്സ്റ്റൺ എന്ന മഹാപ്രതിഭയുടെ കരവിരുതാണെന്ന് പറയുന്നു. ദീർഘമായ അടിക്കുറിപ്പാണ് ഇതിനുള്ളത്. ഗുഹകൾക്കുള്ളിൽ കയറിയും വളച്ചുവാതിലിനിടയിലൂടെ നടന്നും തുരങ്കങ്ങളിലൂടെ നൂണ്ടിറങ്ങിയും ഒരു മായിക ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് സന്ദർശകർ. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം മക്കൾക്ക് കളിക്കാനായി ക്രിസ്റ്റൈൻസൺ വീട്ടുമുറ്റത്തൊരുക്കിയ കൂറ്റൻ മഞ്ഞു ഗുഹകൾ കാണാനായി ഇപ്പോൾ ജനം ഇരച്ചെത്തുകയാണ്. ഏതായാലും വലിയ പ്രാധാന്യത്തോടെ ആ കൗതുക കാഴ്ച ഒന്നാമത്തെ പേജിൽ തന്നെ മനോരമ നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ വേണ്ടവർക്കും വീഡിയോ വേണ്ടവർക്കും വേണമെങ്കിൽ യൂട്യൂബിലേക്ക് തിരഞ്ഞു ചെല്ലാവുന്നതാണ്. അതായത് കൂറ്റൻ മഞ്ഞുപാളികളെ അടർത്തിയെടുത്തി വലിയ ഒരു മഹാശില്പമുണ്ടാക്കിയ വാർത്ത. ഒരുപാട് സ്ഥലം കൊടുത്തു തന്നെ അമേരിക്കയിൽ നിന്നുള്ള ന്യൂഹാംഷെയറിലെ വാർത്തയാണ് മനോരമ മുൻ പേജിൽ കൊടുത്തിരിക്കുന്നു. മനോരമയുടെ 5ാമത്തെ പേജിലേക്ക് ചെന്നാൽ ഒരു തലക്കെട്ട് കണ്ടാൽ ചെറിയ ടെൻഷൻ വരും. ശമ്പളവും പെൻഷനും മുടങ്ങുമോ എന്നാണ് ചോദ്യം. മുടങ്ങാതിരിക്കാൻ പദ്ധതികളിൽ വൻ വെട്ടിക്കുറയ്ക്കലാണ് ആലോചന എന്ന് പറയുന്നു സർക്കാരിന്. വരുമാനം വർദ്ധിപ്പിക്കാനാകാത്തതും കേന്ദ്രം കടമെടുപ്പ് വെട്ടിക്കുറച്ചതും കാരണം വരുമാസങ്ങളിൽ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് പ്രവചിക്കുന്നു മനോരമ. ശമ്പളവും സർവീസ് പെൻഷനും വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി നൽകാനാകുമോ എന്ന ആശങ്കയിലാണ് ധനവകുപ്പെന്ന് മനോരമ ആശങ്കപ്പെടുന്നു. 12,516 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രാനുമതി ലഭിച്ചിരുന്നെങ്കിലും ഇതിൽ 5,944 കോടി വെട്ടിക്കുറച്ചത് പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട് എന്ന് തുടങ്ങി ആ വാർത്ത മുന്നോട്ട് പോകുന്നു. ഇനി മാതൃഭൂമിയിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരവല്ലിയും അതേപോലെ സെൻഗാറിൻ്റെ ശിക്ഷ മരവിപ്പിച്ചതും ഈ 2 വാർത്തകളും മുഖ്യ തലക്കെട്ടുകളായിട്ടാണ് മാതൃഭൂമിയും കൊടുത്തിരിക്കുന്നത്. നേരിൻ്റെ വഴി, ഉന്നാവ് ആരവല്ലി കേസുകളിൽ സുപ്രധാന ഇടപെടലുകളുമായി സുപ്രീം കോടതി. ഉന്നാവ് കേസിൽ ഹൈക്കോടതിയെ തിരുത്തി, ആരവല്ലിയിൽ ആശ്വാസം എന്ന രീതിയിൽ അതേ തലക്കെട്ട് 2ആയി തന്നെയാണ് മാതൃഭൂമിയും കൊടുത്തിരിക്കുന്നത്. നീതിപീഠം ഇടപെടുമ്പോൾ വേറൊരു രസകരമായ വാർത്തയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ ഒരു 90s കിഡ്സ് മുതൽ പുറകോട്ടുള്ളവർക്ക് വലിയ പ്രാധാന്യം തോന്നുന്ന വാർത്തയായിരിക്കും. അത് വീണ്ടും വരുന്നു. കബീഷ് എന്നൊരു വാർത്തയാണ് കേട്ടോ. സഖാവ് കബീഷ് ഇവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് ഇലക്ഷന് നിന്നിരുന്നതിൽ 100% ജയിക്കുന്നത് ആരാണെന്നോ സഖാവ് കബീഷ് തന്നെ
ഇത് കബീഷ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതാണ്. ആ കോട്ടടക്കമാണ് വീണ്ടും കബീഷ് വരികയാണ്. പൂമ്പാറ്റ എന്ന ബാലപ്രസിദ്ധീകരണത്തിലായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ കബീഷിനെ കണ്ടിരുന്നത്. കബീഷിൻ്റെ തുടക്കവും ചരിത്രവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബാലഭൂമിയിലൂടെ ഈ കബീഷ് തിരിച്ചെത്തുന്നു എന്നാണ് പറയുന്നത്. 1970 മുംബൈയിലെ അനന്തപ്പയുടെ രംഗരേഖയിൽ മോഹൻദാസിൻ്റെ വരകളിലൂടെയായിരുന്നു കബീഷ് തുടങ്ങിയത്. പിന്നെ അത് ഇവിടെയൊക്കെ വന്നു. ചിൽഡ്രൻസ് വേൾഡ്, ബാലഭാരതി, പിന്നെ ഇംഗ്ലീഷ്, വിവിധ മലയാളം, വിവിധ ഇന്ത്യൻ ഭാഷകൾ. ഒടുവിൽ പൂമ്പാറ്റ എന്ന ബാലപ്രസിദ്ധീകരണത്തിലായിരുന്നു. കബീഷ് ഇതാ മടങ്ങി വരുന്നു എന്നൊരു വാർത്തയുണ്ട്. ഒപ്പം മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജ് ഇപ്പോൾ കാണിച്ചു പോയിരുന്നു, അതിലേക്ക് വീണ്ടും വരികയാണ്. നീതിപീഠം ഇടപെടുമ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ നിലനിർത്തുന്നതിൽ ഭരണഘടന പോലെ തന്നെ നീതിപീഠത്തിനും സുപ്രധാന സ്ഥാനമുണ്ട്. ഭരണ സംവിധാനങ്ങൾക്ക് പിഴവ് സംഭവിക്കുമ്പോഴെല്ലാം നിർണായക ഇടപെടലുകളിലൂടെ അവയെ തിരുത്താനും പൊതുജന വിശ്വാസം ആർജിക്കാനും ഇന്ത്യയിലെ നീതിപീഠങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആരവല്ലി, ഉന്നാവ് കേസുകളിലെ നീതിപീഠത്തിൻ്റെ ഇടപെടലാണ് വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ എഡിറ്റോറിയൽ കൂടി, മുഖ്യവാർത്ത കൂടാതെ എഡിറ്റോറിയൽ കൂടി മാതൃഭൂമി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കബീഷിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. 7ാമത്തെ പേജിൽ മാതൃഭൂമിയിലേക്ക് ചെന്നാൽ ഒരു കൗതുക വാർത്തയുണ്ട്. സോഷ്യലിസ്റ്റ് ജനതാദൾ LDFിൻ്റെ പ്രധാന ഘടകകക്ഷിയാണ്. ജനതാദൾ-എസിൻ്റെ പേര് മാറ്റുകയാണ്. ജനതാദൾ-എസ് കേന്ദ്രത്തിൽ BJP സർക്കാരിനൊപ്പവും കേരളത്തിൽ LDF സർക്കാരിനൊപ്പവും എന്ന ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു. അത് മാറാൻ പോവുകയാണ്. എങ്ങനെയാണ് മാറുന്നതെന്ന് പറഞ്ഞാൽ 3 വർഷത്തോളമായി തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരമായി ലയനത്തിലൂടെ രാഷ്ട്രീയ അസ്തിത്വം തിരിച്ചുപിടിക്കാൻ ജനതാദൾ-എസ് ദേശീയ നേതൃത്വം കർണാടകയിൽ BJPയുമായി കൂട്ടുകൂടിയപ്പോൾ, കർണാടകയിലെ കാര്യമാണ് പറഞ്ഞപ്പോൾ കേന്ദ്രം തെറ്റിപ്പോയതാണ്. കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിലകൊള്ളുന്ന പാർട്ടി ആ ഒരു അസ്തിത്വ പ്രശ്നത്തിൽ നിന്നാണ് ഇപ്പോൾ മാറുന്നത്. അതായത് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ 100 പേരുടെ ചേർന്ന ഒരു പാർട്ടി ഉണ്ടാക്കി. അത് രജിസ്റ്റർ ചെയ്ത പാർട്ടിയിലേക്ക് ലയിച്ച് ജനതാദൾ-എസ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളായി മാറുന്നു എന്ന വാർത്തയാണ്. നേരിട്ട് പാർട്ടി വിട്ടുപോന്നാൽ MLA-മാർക്ക് അയോഗ്യതയും മറ്റുമൊക്കെ വരുമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കുറുക്ക് വഴിയിലൂടെ അവർ രാഷ്ട്രീയ അസ്തിത്വം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്നത് എന്ന വാർത്ത മാതൃഭൂമിയിൽ. ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഇന്നലെ ഗോവിന്ദമാഷിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ വാർത്ത തന്നെയാണ് 1ാമത്തെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടുത്തും, ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അതായത് വീട് കയറാൻ പോവുകയാണ്. സംസ്ഥാന നേതാക്കളടക്കം കേരളത്തിലെ മുഴുവൻ വീടുകളിലും കയറി രാഷ്ട്രീയ ലൈൻ വിശദീകരിക്കാൻ പോകുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെക്കുറിച്ച് എന്താണ് അവരുടെ വിലയിരുത്തൽ, പാർട്ടിയുടെ വിലയിരുത്തൽ, അത് പ്രകാരമുള്ള തിരുത്തൽ നടപടികളിലേക്ക് ദേശാഭിമാനി കടക്കുന്നു എന്നുള്ളത് അവരുടെ കേഡേഴ്സിനെയും വായനക്കാരെയും അനുഭാവികളെയും ഒക്കെ കൂടി അറിയിക്കാൻ 1ാമത്തെ വാർത്തയായി ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള ക്യാമ്പയിൻ കൂടി അതോടൊപ്പം തുടങ്ങുന്നുണ്ട്. മറ്റൊന്ന്, പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നുള്ള വാർത്തയാണല്ലോ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി കേരളത്തിലെ മുഖ്യ തലക്കെട്ടായി നിൽക്കുന്നത്. പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്ന് കോൺഗ്രസും ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുന്നു. കെ മുരളീധരനും അതേപോലെ ശബരിനാഥനുമാണ് ആവശ്യപ്പെട്ടത്. അതിലും അവരൊന്ന് എന്നാണ് തലക്കെട്ട്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിൻ്റെ ഓഫീസ് ശാസ്തമംഗലത്ത് നിന്ന് മാറ്റണമെന്ന BJP കൗൺസിലർ R ശ്രീരേഖയുടെ ആവശ്യം ഏറ്റെടുത്ത് കോൺഗ്രസ് നേതാക്കൾ എന്ന വാർത്ത പ്രാധാന്യത്തോടെ അതിലും അവരൊന്ന് എന്ന മട്ടിലാണ് നൽകിയിരിക്കുന്നത്. 5ാമത്തെ പേജിലേക്ക് വന്നാൽ കോൺഗ്രസ് കൂറുമാറ്റം, മറ്റത്തൂരിനെ കുറിച്ചാണ് കേട്ടോ. താമര കൈമാറ്റം എന്നാണ് ഇട്ടിരിക്കുന്നത്. താമര കൈമാറ്റം എന്നാണ് അവർ ആ വാക്കിനെ കോയിൻ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് കൂറുമാറ്റം BJP ആജ്ഞാനുസരണമാണെന്നാണ് പറയുന്നത്. കോൺഗ്രസ് BJP മറ്റത്തൂർ ഡീലിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. BJPയുടെ നിർബന്ധപ്രകാരമാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച 8 കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ രാജിവെച്ചത്. രാജിക്കത്ത് DCCക്ക് സമർപ്പിക്കും മുമ്പേ BJP നേതാക്കൾക്ക് കൈമാറുകയായിരുന്നു എന്നാണ് ദേശാഭിമാനി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത അവർ നൽകിയിരിക്കുന്നു. ഇനി വീക്ഷണത്തിലേക്ക് വന്നാൽ പാരഡി പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ 2 വരികൾ തന്നെയാണ് വീക്ഷണത്തിൻ്റെ ഇന്ന് 1ാമത്തെ തലക്കെട്ട്. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണേ അയ്യപ്പ വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു CPM നേതാവ് കൂടി അറസ്റ്റിൽ. മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിൻ്റെ അറസ്റ്റ് സർക്കാരിനും പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണെന്ന് വീക്ഷണം പറയുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനെ ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രചാരണോപാധിയായി തന്നെ മാറിയ ആ സ്വർണം കട്ടവരാരപ്പ എന്ന പാരഡി ഗാനം ആവർത്തിച്ച് ഉപയോഗിക്കുകയാണ് വീക്ഷണം. അതിൻ്റെ രാഷ്ട്രീയ ആഘാതശേഷി അറിഞ്ഞുകൊണ്ട് തന്നെ. ക്യാപ്സൂളുകൾ റെഡി എന്നാണ് നേരത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദേശാഭിമാനിയിൽ പറഞ്ഞ പോലെ ക്യാപ്സൂൾ റെഡി ആയിട്ടുണ്ട് CPMൻ്റെ എന്നാണ് വീക്ഷണം അതേക്കുറിച്ച് പറയുന്നത്. തിരിച്ചടി മറയ്ക്കാൻ ന്യായീകരണവുമായി CPM. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിലെ
AC ഇല്ല, മാധ്യമങ്ങളെയും ജനങ്ങളെയും പഴിചാരി MV ഗോവിന്ദൻ എന്ന രീതിയിൽ ആ വാർത്ത അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദീപികയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മാനം കാത്ത് സുപ്രീം കോടതി വാർത്ത നമുക്കറിയാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ആരവല്ലിക്ക് ഹരിതാശ്വാസം എന്ന മനോഹരമായ തലക്കെട്ടാണ് ആ വാർത്തയ്ക്ക് ദീപിക നൽകിയിരിക്കുന്നത്. ഈ രണ്ട് വാർത്തകൾ തന്നെയാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും വിശദമായി വന്നിരിക്കുന്നത്. ദീപിക അതെങ്ങനെ കൊടുത്തു എന്ന് കൂടി പറഞ്ഞെന്നേ ഉള്ളൂ. ഹിന്ദുവിലേക്ക് വരികയാണെങ്കിൽ സുപ്രീം കോർട്ട് പോസസ് ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ് ഓൺ ആരവല്ലി മൂഡ്സ് ന്യൂ പാനൽ എന്ന വാർത്ത. സുപ്രീം കോർട്ട് സ്റ്റേ സസ്പെൻഷൻ ഓഫ് സെൻറ്റൻസ് ഓഫ് ഫോർമർ BJP MLA ഇൻ ഉന്നാവോ റേപ്പ് കേസ് എന്ന വാർത്ത ഹിന്ദു കൊടുക്കുന്നുണ്ട്. ഹിന്ദുവിൻ്റെ 4ാമത്തെ പേജിൽ കേരളത്തെ സംബന്ധിച്ചൊരു വാർത്തയുണ്ട്. ബേർഡ് ഫ്ലൂ സോഴ്സസ് റിമെയിൻ അൺക്ലിയർ ഇൻ കുട്ടനാട് ഡെസ്പൈറ്റ് 7 ഔട്ട്ബ്രേക്സ് ഇൻ ദ പാസ്റ്റ് 11 ഇയേഴ്സ്. കഴിഞ്ഞ 11 വർഷവുമായിട്ട് 11 തവണ പക്ഷിപ്പനി കുട്ടനാട്ടിൽ വന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം അവർക്ക് ഉണ്ടായിട്ടില്ല. ഇതേവരെ ആ പഠനത്തിൽ വെളിവായിട്ടില്ല എന്ന് പറഞ്ഞു. കേരളകൗമുദിയിൽ ശിവഗിരിയിലേക്ക് ജനപ്രവാഹം തുടങ്ങുകയാണ്. തീർത്ഥാടക കാലം. ജന്മഭൂമി വാടകക്കൊള്ള തന്നെയാണ് ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നത്. കെട്ടിടങ്ങൾ കൂടുതലും CPM-ന് തീരെഴുതി മറ്റ് ദേശീയ വാർത്തകളൊക്കെ വിട്ടിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജന്മഭൂമി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മാധ്യമം നിർണായക ഇടപെടൽ എന്ന് പറഞ്ഞ ആരവല്ലി ഉന്നാവോ കേസുകളെക്കുറിച്ച്. സുപ്രഭാതത്തിലാവട്ടെ സമസ്ത ശതാബ്ദി സന്ദേശയാത്ര ചരിത്ര വിജയമായതിന് നന്ദി പറയുന്നു. ഒപ്പം ഉന്നാവോ പ്രതിയുടെ ശിക്ഷ പുറത്തുവിടരുത് എന്ന് പറയുന്നു. കേരള യാത്ര വ്യാഴാഴ്ച തുടങ്ങും, കാന്തപുരം നയിക്കുമെന്ന വാർത്ത സിറാജിൻ്റെ പ്രധാന വാർത്തയായി മാറുന്നു. സേതു.